മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പരിശുദ്ധ സൂനോദോസ് 2024 ഫെബ്രുവരി 19 ആരംഭിച്ച് 22 സമാപിച്ചു. തിരുവനന്തപുരം പട്ടം കാതോലിക്കേറ്റ് സെൻട്രൽ വെച്ചാണ് സൂനോദോസ് നടത്തപ്പെട്ടത്. ഏവർക്കും അറിയാവുന്ന പോലെ 2030 സെപ്റ്റംബർ 20 മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ പുൻഡൈക്യത്തിൻ്റെ 100ാം വാർഷികം ശതാബ്ദി ആഘോഷിക്കുന്ന ദിവസമാണെന്ന്. അടുത്തു വരുന്ന 6 വർഷക്കാലം ഈ ശതാബ്ദി ആഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ പ്രത്യേകം നടത്തുന്നതിനായിട്ട് സൂനോദോസ് തീരുമാനിക്കുകയുണ്ടായി. 2024 സെപ്റ്റംബർ 20 പാറശാലയിൽ നടക്കുന്ന പുൻഡൈക്യ വാർഷികത്തിൽ ഈ ശതാബ്ദി ആഘോഷങ്ങൾക്കൊരുക്കമായിട്ടുള്ള കർമ്മപദ്ധതികളുടെ ആദ്യത്തെ വർഷം സഭ പ്രഖ്യാപിക്കും. 2024 സെപ്റ്റംബർ 20 മുതൽ 25 സെപ്റ്റംബർ 20 വരെ വചനവർഷമായും 2025-26 വർഷക്കാലം കൂദാശ വർഷമായും 26-27 വർഷങ്ങൾ ഉപവി വർഷമായും തുടർന്നുള്ള വർഷങ്ങൾ കുടുംബവർഷം, അതുപോലെ തന്നെ ദൈവവിളിക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന പ്രേക്ഷിത വർഷം, അങ്ങനെ 5 വർഷങ്ങൾ തുടർച്ചയായി നടത്തപ്പെട്ടതിന് ശേഷം അവസാനത്തെ വർഷം 2029 സെപ്റ്റംബർ 20 മുതൽ 2030 സെപ്റ്റംബർ 20 വരെ കൃതജ്ഞതാ വർഷം, ഇയർ ഓഫ് താങ്ക്സ് ഗിവിങ്. ഇപ്രകാരം 6 വർഷങ്ങൾ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ശതാബ്ദിക്ക് ഒരുക്കമായിട്ടുള്ള കർമ്മപദ്ധതികൾ സൂനോദോസ് അംഗീകരിച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി. 2030 ദേവദാസൻ മാർ യുവാനിയോസ് പിതാവിനെക്കുറിച്ചും പുൻഡൈക്യത്തെക്കുറിച്ചും കൂടുതൽ പഠനങ്ങൾ നടത്തുന്നതിനും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഗവേഷണങ്ങൾ നടത്തുന്നതിനും സഭ തീരുമാനിക്കുകയുണ്ടായി. ഭാരതത്തിൻ്റെ മതേതര മൂല്യങ്ങളും ജനാധിപത്യ മൂല്യങ്ങളും നേരിടുന്ന പ്രത്യേക സാഹചര്യങ്ങളെക്കുറിച്ച് സൂനോദോസ് ഉത്കണ്ഠ രേഖപ്പെടുത്തുകയുണ്ടായി. വർദ്ധിച്ചു വരുന്ന വർഗീയതയും സംഘർഷങ്ങളും ഒഴിവാക്കി ജാതിമത ഭേദമന്യേ എല്ലാവരും ഒന്നുചേർന്ന് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയും സൂനോദോസ് പ്രത്യേകം എടുത്തു പറയുകയുണ്ടായി. ഭരണഘടന വിഭാവനം ചെയ്യുന്ന സ്വാതന്ത്ര്യവും ജീവിത മൂല്യങ്ങളും സംസ്കാരങ്ങളും മാനുഷിക മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തികൾക്ക് വോട്ട് നൽകി അവരെയാണ് വിജയിപ്പിക്കേണ്ടതെന്ന് സൂനോദോസ് പ്രത്യേകം അഭിപ്രായപ്പെട്ടു. മലയോര കർഷകർ നേരിടുന്ന വന്യമൃഗ ഭീഷണി, അതിന് എതിരെ ഗവൺമെൻറ് നിയമനിർമ്മാണം നടത്തി മലയോര കർഷകരെ സഹായിക്കണമെന്ന് പ്രത്യേകിച്ച് സൂനോദോസ് ആവശ്യപ്പെട്ടു. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുടുംബാംഗങ്ങളോട് മലങ്കര സഭയ്ക്കുള്ള സ്നേഹവും ഐക്യദാർഢ്യവും പ്രത്യേകം സൂനോദോസ് അറിയിക്കുകയുണ്ടായി. വന്യമൃഗ ആക്രമണത്തിന് ഇരയായ കുടുംബങ്ങൾക്ക് അടിയന്തരമായി ധനസഹായം ലഭ്യമാക്കണമെന്ന് സൂനോദോസ് പ്രത്യേകം നിർദ്ദേശിച്ചു. അതിന് വേണ്ടപ്പെട്ട അധികാരികൾ സത്വരമായി ഇടപെടണമെന്ന് സൂനോദോസ് പ്രത്യേകം അറിയിക്കുകയുണ്ടായി. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ ഇദംപ്രദമായി മലങ്കര കാതലിക് കൗൺസിൽ മിത്രാന്മാരും വൈദികരും സന്യസ്തരും അൽമായരും അടങ്ങുന്ന മലങ്കര കാതലിക് പാസ്റ്റർ കൗൺസിൽ സഭാതലത്തിൽ രൂപീകരിക്കുന്നതിന് പ്രത്യേകം തീരുമാനിച്ചു. 2024 സെപ്റ്റംബർ 20 പാറശാലയിൽ വെച്ച് നടക്കുന്ന പുൻഡൈക്യ വാർഷികത്തോടനുബന്ധിച്ച് അതിൻ്റെ ഉദ്ഘാടനം നടത്തപ്പെടുന്നതാണ്. ഈ സൂനോദോസിൽ സഭയുടെ തലവനും പിതാവുമായ മൊറോൻമോർ ബെസേലിയോസ് കാർഡിനൽ ക്ലീമീസ് കാതോലിക്ക ബാവ അധ്യക്ഷത വഹിച്ചു. സൂനോദോസിൻ്റെ സെക്രട്ടറി അഭിവന്യ തോമസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്തായും മറ്റ് 14 പിതാക്കന്മാരും സൂനോദോസിൽ സംബന്ധിച്ചു.